അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ്സുകളിൽ യാത്ര നിഷേധിക്കുന്നതിനെതിരെ പോലീസിൽ പരാതി നൽകി വിദ്യാർത്ഥികൾ. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് പരാതിയുമായി വിദ്യാർത്ഥികൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. കൈകൂപ്പി യാചിച്ചിട്ടും കുട്ടിയെ ബസ്സിൽ കയറ്റാതിരുന്നതും കണ്ടക്ടർക്കെതിരെ നടപടിയെടുത്തതും വാർത്തയായ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് വീണ്ടും കുട്ടികളോട് നീതി നിഷേധം തുടരുന്നത്. രാവിലെ 7:30 മുതൽ 8:20 വരെയുള്ള സമയപരിധിയിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും തിരൂർ, തൃശൂർ ഭാഗത്തേക്ക് സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെയാണ് പ്രൈവറ്റ് ബസ്സുകളിൽ കയറ്റാതെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ബുദ്ധിമുട്ടിക്കുന്നത്. ബസ്സുകളിലെ പിന്നിലെ വാതിൽ അടച്ചിട്ടിട്ടും കണ്ടക്ടർമാർ തടഞ്ഞു നിർത്തിയുമാണ് വിദ്യാർത്ഥികളോട് ക്രൂരത കാട്ടുന്നത്. ഇതേ സ്റ്റാൻഡിൽ നിന്നും ബസ്സിൽ കയറാനായി ബസ് ജീവനക്കാരോട് വിദ്യാർത്ഥി യാചിക്കുന്നത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇതിനുശേഷം കുറച്ച് ദിവസം മാത്രമാണ് കുട്ടികളോട് ബസ് ജീവനക്കാർ മാന്യമായി പെരുമാറിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാവിലെ 7:30 മുതൽ 8:45 വരെയുള്ള സമയം മുഴുവൻ നിന്നിട്ടും നിരവധി വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ കയറി സ്കൂളിൽ പോകാൻ കഴിയാതെ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങേണ്ടി വന്നുവെന്നും ആരോപണമുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് വടക്കാഞ്ചേരി സ്റ്റാൻഡിൽ നിന്നാണ് സാധാരണ ബസ് കയറുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് കയറ്റുന്നില്ല. ഒരു 10-12 ബസ് ഞങ്ങളെ കയറ്റാണ്ട് പോകുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റൂട്ടിന് തന്നെ 1-2 ബസ് ക്യാൻസൽ ആയി. പിന്നെ അതുപോലെ +1 കൂടി വന്നപ്പോൾ പിന്നെ അവരുടെ അഡ്മിഷനും കൂടി പിന്നെ സ്കൂളുകൾ നിരക്കായതുകൊണ്ട് ഇപ്പോൾ കയറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ 40-45 മിനിറ്റ് മതി അവിടെ എത്താൻ. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ വേണ്ടി 1-1.5 മണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും ഇവിടെ എത്താണ്ടായ ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തത്. ഇതിന് മുന്നേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് കംപ്ലയിൻറ്റ് വന്നിട്ട് കുറച്ച് നാൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് മോൻ വീട്ടിൽ പറയാറുണ്ട് ഇങ്ങനെ 7:30 ചോറൊക്കെ റെഡിയാക്കണം, ഞങ്ങൾക്ക് കുറച്ച് അധികം നേരം നിന്നാലാണ് ബസ്സിൽ കയറ്റുന്നുള്ളൂ, കുറേ ബസ്സുകൾ പോകുമ്പോഴാണ് ഒരു ബസ്സിൽ കയറാൻ പറ്റുന്നതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. ഇന്ന് 7:40 കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വൈഫ് ജോലിക്ക് ഇറങ്ങുമ്പോൾ ഒരു 9 മണിയോട് കൂടിയാണ് മകൻ സ്കൂളിൽ പോകാൻ പറ്റില്ല എന്നുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒന്ന് ബസ്സിൽ കയറാൻ പറ്റാണ്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വൈകിട്ട് വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അതിൻ്റെ കുട്ടികളുമായിട്ട് വന്ന് പരാതി കൊടുത്തത്. ക്ലേലിയ സ്കൂളിലൊരു വിദ്യാർത്ഥിനെ ബസ്സിൽ കയറ്റാത്തതിനെ തുടർന്നുണ്ടായ ചില വാർത്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാൾ സമാധാനം ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ വൃത്തിയായിട്ട് ബസ്സുകാർ കയറ്റിയിരുന്നു. ഇപ്പോൾ ബസ്സുകാർക്ക് നഷ്ടമുണ്ട്, അല്ലെങ്കിൽ പല കാരണങ്ങളുണ്ടാവും. പക്ഷേ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള ഒരു അവസരം അത് ബസ്സുകാർക്ക് പറ്റില്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അത് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലും പരാതിപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾ ഓൾറെഡി ഇന്ന് രാവിലെ ഈ അനുഭവം ഉണ്ടായപ്പോൾ അവർ നേരെ ഈ പോലീസ് സ്റ്റേഷൻ വരെ വന്നപ്പോൾ അവരുടെ MVD വണ്ടി കണ്ടു. അതിലുള്ള ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിരുന്നു. അവരത് മാഡത്തിനെ അറിയിച്ചിരുന്നു പറഞ്ഞു, വടക്കാഞ്ചേരിയിൽ ഷീബ മാഡത്തിന്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. PTA രീതിയിൽ ജില്ലാ PTA നേതൃത്വത്തിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന ബസ്സുകളുടെ പേര് വിവരം സഹിതമാണ് സ്റ്റേഷനിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരാതി നൽകിയിട്ടുള്ളത്. ഇക്കാര്യം MVD ഉദ്യോഗസ്ഥരെയും വടക്കാഞ്ചേരി പോലീസിലും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ MVD ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ബുധനാഴ്ച രാവിലെ ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകി. തുടർന്നും പരാതിക്കിടയാക്കുന്ന പ്രവൃത്തികൾ ബസ് ജീവനക്കാരിൽ നിന്നും ഉണ്ടായാൽ വിട്ടുവീഴ്ചയില്ലാത്ത കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. You are watching VCV News.